ഇനി പ്രായം കൂടുതലുള്ള മക്കളോടും കൂടി, ചില മക്കൾക്കൊക്കെ ഇന്ന് മാതാപിതാക്കളോടൊരു പുച്ഛം തോന്നി തുടങ്ങിയിട്ടുണ്ട്. പല വയസ്സന്മാരും വീട്ടിൻ്റെ ഉള്ളിൽ ഒറ്റക്ക, നമുക്ക് വേറെ പൊരയും കുടുംബമൊക്കെ ആയിട്ടുണ്ടാകും. എന്നാലും സ്വന്തം വീട്ടില് ഒരായുസ് മുഴുവൻ നമുക്ക് വേണ്ടി ജീവിച്ചവർ ഏതോ ഒരു റൂമിൽ അങ്ങനെ കുത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഇടക്കിടക്ക് കൊണ്ടുകൊടുക്കുന്ന 100,000 പോരാ അമ്മാരോ, അത് പോരാ വാപ്പാരെ. അവരെ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ച് നമ്മളെ കൂടെ ജീവിക്കാൻ അവരെ കൊണ്ട് പറ്റണം. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ ആ മക്കള് തിന്നാതെ എഴുന്നേറ്റ് പോയാൽ വാപ്പയമ്മ എഴുന്നേറ്റ് വരും. ചൊടിച്ചു സോഫയിൽ കിടക്കുന്ന മോനെ എങ്ങനെങ്കിലൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കുണ്ടച്ച് ഒരുമിച്ച് തിന്നാൻ കുത്തിരിപ്പിക്കും ഇല്ലേ? പല വീട്ടിലും നമ്മൾ കാണലില്ലേ? തീന്മേശമ്മൽ ഇരിക്കുമ്പം ഇളയ മോനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോളോ പിണങ്ങിപ്പോയാൽ പിന്നെ നമുക്ക് ഇറങ്ങൂല. ഞാൻ ചെല്ലാറുണ്ട്. എന്നിട്ട് മോനെ സോഫയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരും, അല്ലെ മോളെ കൂട്ടിക്കൊണ്ടുവരും. അവരില്ലാതെ ഒറ്റക്ക് തിന്നെണീറ്റ് പോകാൻ തോന്നൂല. അവസാനം ഓമന്നിരുന്ന് ഒരുമിച്ച് തിന്നുമ്പോൾ ആ മനസ്സിനൊരു സന്തോഷം. നട്ടപ്പാതിര നേരത്ത് വാപ്പാര് തിരിച്ചു വരുമ്പോഴും മക്കളെ കാലിന്റെ അടുത്ത് പോയി ആ കാലൊന്ന് പിടിച്ചു നോക്കിയിട്ട് വാപ്പാര് ചോദിക്കലുണ്ട്, എന്റെ മോളും മോനും എന്തോ തിന്നിട്ടാണോ കിടന്ന്, ഓളെന്തോ പറഞ്ഞീനോ ആവശ്യം. ഉമ്മ അറിയോ, ഓളിങ്ങനെ പറയുന്ന ടൂറിന് പോകാനുണ്ട് 800 റുപ്യ ആണോ, ഞാൻ കൊടുക്കാന്ന് പറയിട്ടോ. ഇനി ഇല്ലാന്നൊന്ന് ആദ്യം പറഞ്ഞ, എന്നാലും കൊടുക്ക, പോയിക്കോട്ടെ, പാവല്ലേ. അങ്ങനെ തന്നതല്ലാത്തത് വേറെന്താ മക്കൾ എന്തേലും നിങ്ങളിലുള്ളത്? അതുകൊണ്ട് സ്നേഹിക്കണം. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും അവര് കൂടെ ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കണം, അവരെപ്പനും ഭക്ഷണം കഴിക്കണം. അതൊക്കെയാ സ്നേഹം, അതൊക്കെയാ ബഹുമാനം, അതൊക്കെയാ ആദരവ്. അതില്ലെങ്കിലേ പിന്നെ എന്ത് പഠിച്ചാലും എന്ത് ചെയ്താലും അള്ളാഹ് സ്വീകരിക്കൂല. അത് നിസ്കാരായാലും നോമ്പായാലും ഹജ്ജായാലും